Hey guys, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ ഗൈസ്. ബിക്കോസ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഫസ്റ്റ് ഇത് വിശ്വസിച്ചില്ല, പിന്നെ ട്രൈ ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയാണ് ഗൈസ്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു ഹോം റെമഡി. സംഭവം കണ്ടപ്പോൾ ഞാനും ഫസ്റ്റ് വിശ്വസിച്ചില്ല, എങ്കിലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ട്രൈ ചെയ്തതാണ്. റിസൾട്ട് ലൈവായി കാണാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഫേസിലെയും കൈകാലുകളുടെ ബോഡി ഫുൾ ആയിട്ടുള്ള ടാൻ എല്ലാം റിമൂവ് ചെയ്യും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. സോ കുറച്ച് ചെറുപയറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരമണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചു. ദെൻ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ ഞാൻ കുക്കറിലാക്കി അത് വേകാൻ കണക്കിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു ആൻഡ് വേവിക്കാൻ വെച്ചു. ഉപ്പൊന്നും ഇടണ്ട കേട്ടോ, ബിക്കോസ് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനല്ല, കഴിക്കാനും ഉള്ളതല്ല. ആൻഡ് ഇത് നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. സോ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. സോ അങ്ങനെ ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഞാൻ എല്ലാം ഉപയോഗിക്കുന്നില്ല, ബാക്കി ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം. ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ കാലിൽ ഞാൻ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പകുതി ഭാഗം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും ഞാൻ ഈ സെലോ ടാപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് കയ്യിൽ ആ ഒരു ഡിഫറൻസ് പകുതി ഭാഗം അപ്ലൈ ചെയ്ത ഭാഗം ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാനാണ് ഞാൻ സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തത്. ആൻഡ് അതിനുശേഷം ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വെറുതെ അപ്ലൈ ചെയ്ത് മാത്രം പോരാ, ബിക്കോസ് അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് അവിടെ വെച്ച് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ നല്ല രീതിക്ക് ഞാൻ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഫേസിൽ നല്ല രീതിക്ക് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ ഒരു 2 to 3 മിനിറ്റ്സ് വരയ്ക്കും നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 20 to 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് ഇത് ഡ്രൈ ആവും. അപ്പോൾ ഇത് ഡ്രൈ ആകുമ്പോഴാണ് നെക്സ്റ്റ് പ്രൊസീജിയർ വേറെ ഒന്നുമല്ല, വീണ്ടും നമ്മുടെ കൈ വെച്ച് നല്ലൊരു സ്ക്രബ്, അതായത് നമ്മൾ ഇത് തീരെ തരി ആയിട്ടില്ല, ബിക്കോസ് നല്ല രീതിക്ക് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തരിയൊന്നും കൂടുതലായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ക്രബ് എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്യാം 25 മിനിറ്റിന് ശേഷം. അതിനുശേഷം നമുക്ക് നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് റിസൾട്ട്. നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടോളൂ, ബിക്കോസ് അത്രയും ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. അതായത് സെലോ ടാപ്പ് ഒട്ടിച്ചതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത ഭാഗത്ത് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ കളർ ഫുൾ ചേഞ്ച് ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും ഉണ്ടായിരുന്ന ടാൻ എല്ലാം ഒന്ന് റിമൂവായി കിട്ടി. ആ ഒരു ഭാഗത്തൊരു ബ്രൈറ്റ്നെസ് കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ആ ഒരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അതിനുശേഷം കയ്യിൽ ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. സെലോ ടാപ്പ് ഒട്ടിച്ച ഭാഗവും അതിൻ്റെ അതായത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടോളൂ. ഞാനിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് റിമൂവ് ആക്കി കൊടുക്കുന്നത്. ആൻഡ് ഫൈനലി ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടോളൂ. ഈ പാക്ക് അപ്ലൈ ചെയ്ത ഭാഗത്തും അല്ലാത്ത ഭാഗത്തുമായിട്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ബിക്കോസ് 2 ദിവസം മുൻപ് ഞാൻ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോഡി ഫുൾ നല്ല ടാൻ അടിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അതായത് ഒരു 2 to 3 ഷെയ്ഡ് വരേക്കും ഇൻസ്റ്റൻ്റ്ലി തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഫേസിലുള്ളത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ റിമൂവ് ചെയ്ത ടൈം കൊണ്ട് തന്നെ ഫേസ് അത്യാവശ്യം നല്ല ഉണങ്ങി വലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് എക്സ്ട്രാ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ കൈ വെച്ച് ഒരു 2 to 3 മിനിറ്റ്സ് വരേക്കും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ വെള്ളം വെച്ച് തന്നെ പതുക്കെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് ഫേസിലെ റിസൾട്ടും അമേസിങ് ആയിരുന്നു ഗൈസ്. കാരണം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം, നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നെസ് ഇൻസ്റ്റൻ്റ്ലി തന്നെ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്, ബിക്കോസ് 2 ദിവസം മുമ്പ് നന്നായിട്ട് ഞാൻ വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. ഇത് ബ്രൈറ്റ്നെസ് മാത്രമല്ല, നല്ലൊരു സോഫ്റ്റ് സ്കിൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല ഡിഫറൻസ് ആണ് എനിക്ക് ആ ഒരു സ്കിന്നിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത ഭാഗവും അപ്ലൈ ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.